അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഗെയിമിംഗ് PC ആണ് PS5 ആണ് പുലി എന്നുള്ളത്. അപ്പോൾ രണ്ട് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് PS5 PC കമ്പാരിസൺ ഒന്നും പറയുന്നില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് പറഞ്ഞാൽ 75,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ ഇപ്പോഴത്തെ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ല പൊളപ്പം PC ആണ്. അപ്പോൾ ഇത് PS5 ആയിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെ ഇരിക്കുന്നും കൂടെ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു PCക്കകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ ഇപ്പോഴത്തെ പ്രൈസിൽ വരുന്ന നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പ്രൊസസ്സറാണ്. ഇന്റൽ i5 12th ജനറേഷൻ പ്രൊസസ്സറാണ്. 12400F എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇത് 6 കോർ 12 ത്രെഡൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 5600X ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ അതിനേക്കാളും ഒക്കെ ഭേദമായിട്ടൊക്കെ ഓടുന്ന ഒരു പ്രൊസസ്സറാണ്. നമുക്ക് 4K ഗെയിമിങ്ങിനും ഈ ഒരു പ്രൊസസ്സർ നല്ല പ്രൊസസ്സറാണ്. 4K എഡിറ്റിങ്ങിനും ഈ ഒരു പ്രൊസസ്സർ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡീപ്പ് കൂളിൻ്റെ ഒരു എയർ കൂളർ കൂടെ അതിനകത്ത് വെച്ച് കൊടുക്കാം. കാര്യം ഇൻബിൽഡ് വരുന്ന കൂളറിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് കൂളിൻ്റെ എയർ കൂളർ കൂടെ അതിനകത്ത് വെച്ച് കൊടുക്കാൻ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പഴുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു 4K റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തതിനകത്ത് ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻബിൽഡ് വൈഫൈ ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല VRAM ഉള്ള ഒരു മദർ ബോർഡാണ്. MSIയുടെ Pro MB660A വൈഫൈ എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് 4 RAM സ്ലോട്ടൊക്കെ വരുന്നുണ്ട്, 2 M.2 NVMe സ്ലോട്ട് വരുന്നുണ്ട്, അതിലൊന്ന് Gen 4 NVMe സ്ലോട്ടാണ്. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് RGB ഫ്യൂഷൻ സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബ്ലൂടൂത്ത് വൈഫൈ ഒക്കെ ഉള്ള ഒരു നല്ല വൈഫൈ പ്ലസ് ആ ഒരു വിലയ്ക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു മദർ ബോർഡാണ്. VRAM-ഉം MSIയുടെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ MSIയുടെ ലോ ബഡ്ജറ്റിലുള്ളതിനും VRAM ഒക്കെ അത്യാവശ്യം നല്ലൊരു VRAM ആണ്. അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന RAM എന്ന് പറയുന്നത് ADATA XPGയുടെ D30 എന്ന് പറയുന്ന 8GB 3200 MHz 2 RAM സ്റ്റിക്കാണ്. അപ്പോൾ മൊത്തം 16GB എന്തായാലും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ 16GB RAM ആണ് നമ്മൾ എന്തായാലും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റോറേജിന് നമുക്ക് 70,000 രൂപയുടെ ബഡ്ജറ്റ് വരെ ഉള്ളതുകൊണ്ട് നമ്മൾ ആൻറ്റി സ്പോർട്സിൻ്റെ 690 Neo Pro എന്ന് പറയുന്ന 1TB M.2 NVMe ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. 1500 MB ഒക്കെയാണ് ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ വരുന്നത്. ഭാവിയിൽ വേണമെങ്കിൽ നമുക്കൊരു 1TB Gen 4 NVMe ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യാം. കാര്യം 2 M.2 NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അടുത്ത നമ്മൾ ഇതിനകത്ത് പവർ സപ്ലൈ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരു 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ഒക്കെ ധാരാളമായിരിക്കും. 80+ ബ്രോൺസിൻ്റെ ആൻറ്റി സ്പോർട്സിൻ്റെ 550 വാട്ടിൻ്റെ പവർ സപ്ലൈ ഒക്കെ മതി. കാര്യം നമ്മളിതിനകത്ത് ആവറേജ് ഗ്രാഫിക്സ് കാർഡ് വെക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ഗ്രാഫിക്സ് കാർഡ് വെച്ചാൽ പോലും 550 ഒക്കെ മതി. അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുന്നത് MSIയുടെ Mag 100 എന്ന് പറയുന്നൊരു ക്യാബിനറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ തന്നെ RGB ഫാനൊക്കെ പ്രീ ഇൻസ്റ്റോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കൂളിംഗ് ഒക്കെ ഉള്ള ഒരു കിടിലൻ ക്യാബിനറ്റ് ആൻഡ്രൈ ഈ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ നല്ലൊരു ക്യാബിനറ്റാണ്. എയർ ഫ്ലോയും കാര്യങ്ങളൊക്കെ നല്ല പോലെയൊക്കെ നടക്കും. അപ്പോൾ അടുത്തത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് 2 ടൈപ്പ് ഗ്രാഫിക്സ് കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ 2 ഏത് ഉപയോഗിച്ചാലും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടെയൊക്കെ നോക്കുന്നെങ്കിൽ RTX 3050 8GB ഗ്രാഫിക്സ് കാർഡ് എടുക്കത്തുള്ളൂ. കാര്യം അതിനകത്ത് പുതിയ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3050 ആണ് നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ കുറച്ചുകൂടെയൊക്കെ FPS ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ RTX 2060 ഒക്കെ എടുക്കാം. 2060 6GB എടുക്കാം, 2060 12GB വേണമെങ്കിലും എടുക്കാം. അപ്പം അത്യാവശ്യം ഇത് രണ്ടും നല്ല ഗ്രാഫിക്സ് കാർഡാണ്. അപ്പം ഇതിലും കുറഞ്ഞ ഗ്രാഫിക്സ് കാർഡ് എന്തായാലും എടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ 3060 Ti വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം, പക്ഷേ വിലയൊക്കെ കൂടുന്നതായിരിക്കും. അപ്പോൾ RTX 3050 അല്ലെങ്കിൽ RTX 2060 അല്ലെങ്കിൽ RX 6600 ഇതിലേത് വേണോ, ഈ 3-ൽ ഏത് വേണോ എടുക്കാം. അത്യാവശ്യം നല്ല പെർഫോമൻസിലൊക്കെ ഉള്ള ഗ്രാഫിക്സ് കാർഡുകളൊക്കെയാണ്. പ്രധാനമായിട്ട് ഇത് PS5 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തിനാണ് സംഭവിക്കുന്നതെന്ന് കുറേ പേർക്ക് സംശയം കാണും. അപ്പോൾ PS5 എന്ന് പറയുന്നത് മൊത്തത്തിൽ വേറെ ഒരു ലെവൽ സാധനമാണ്. ആ ഒരു വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ വേറൊരു ലെവൽ സാധനമാണ്. കാര്യം അതിനകത്ത് അവർ ഇറക്കുന്ന ഗെയിമുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്ന രീതിയിലാണ് റൺ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ PCക്കകത്ത് ഒരു ഗെയിം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ PS5-നകത്ത് നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ തോന്നിയ പോലെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്സ് കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഫ്രെയിം റേറ്റ് കുറയും. അതായത് നമ്മൾ ഫ്രെയിം റേറ്റ് കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഗ്രാഫിക്സ് മിഡിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറച്ച് പാടുകളൊക്കെ ആയിരിക്കും. കാര്യം അതിൻ്റെ രീതിയിലേക്കാണ് അവർ കസ്റ്റമൈസ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പൊതുവെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നത്, അതായത് AMDയുടെ റേഡിയോൺ ഗ്രാഫിക്സ് ആണ് PS5-നകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു AMDയുടെ Ryzen 7 ഒക്കെ അനുസരിച്ചുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് Gen 4 സ്റ്റോറേജ് ഒക്കെയാണ്. അപ്പം ഗെയിമുകളൊക്കെ ലോഡ് ആവുന്നത് നല്ല പറക്കണ സ്പീഡിലായിരിക്കും ലോഡ് ആവുന്നത്. കളിച്ചതിൻ്റെ ബാക്കിയൊക്കെ എടുക്കണമെങ്കിൽ പടപടാന്നൊക്കെ എടുത്ത് കളിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഗെയിമിംഗ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ PS5-ലോട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് സ്ട്രീമിങ്, എഡിറ്റിംഗ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ PC എടുക്കാന്നേ ഉള്ളൂ. പക്ഷേ PS5 കുറച്ചുകൂടെയൊക്കെ വില കുറവുകളൊക്കെ ആയിരിക്കും. കാര്യം നിങ്ങൾക്ക് ഗെയിമിങ്ങും സ്ട്രീമിങ്ങും ചെയ്യണമെങ്കിലും PS5 ത്രൂ ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്ന സെറ്റപ്പുകളൊക്കെയാണ് PS5 ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഓവറോൾ ഒരു ഗ്രാഫിക്സ് കമ്പാരിസനൊക്കെ നോക്കുകയാണ് ഉണ്ടെങ്കിൽ PS5-ന്റെ ഗ്രാഫിക്സ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു RTX 3060 അല്ലെങ്കിൽ RX 6600 XT ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഏകദേശമൊക്കെ ഈക്വൽ ആയിരിക്കും, ചിലപ്പോൾ ലോ ആയിരിക്കും PS5. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗ്രാഫിക്സിൻ്റെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് PS5-ഉം PC-യും തമ്മിലുള്ളത്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമൊക്കെ അനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളടേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്കും